ഹായ് മാക്സ് 7. ഇതിനെ പറ്റിയാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. പ്രത്യേകിച്ച് കാമിത ചേച്ചി ഇതെടുത്ത് വെച്ചിട്ട് അങ്ങ് ആറാടുകയാണ് തള്ള. ഞാൻ ഇത് പറയുന്നത് കേട്ടിട്ടാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷൻ ഇട്ടു. ഇതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ചയ്ക്ക് വയ്ക്കാമെന്ന്. ചേട്ടാ പറ്റൂലെന്ന് പേടിത്തൂറികൾ അപ്പോഴേ പറയാണ് പറ്റൂലെന്ന്. പേടിയെന്ന് പറഞ്ഞാൽ ഒരു 1.5 പേടിയാ. ചേട്ടാ നിങ്ങളിങ്ങനെ പേടിച്ചാലോ, ഇതെന്തുവാ? അതിനു വേണ്ടി എന്തോ ഇരിക്കുന്നതിനകത്ത് എനിക്കത് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതൊരു ക്ലബ്ബാണ്, ഒരു ഹെൽത്ത് ക്ലബ്ബാണ്. അത് ആര് നടത്തുന്നു, ആര് നടത്തപ്പെടുന്നു, ഇതിനെയൊക്കെ പറ്റിയിട്ടൊരു വിശദമായ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. തൽക്കാലം എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് സാധാരണ ഇപ്പോൾ ഇസ്ലാം വിഭാഗത്തിലുള്ളവരാണ്, ഒരുപാട് പെൺകുട്ടികൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്നാണ് അറിവ്. ഈ 2015 കണ്ട തുടങ്ങിയ സംഗതിയാണ്. അത് ഇപ്പോൾ അങ്ങോട്ട് പറഞ്ഞ് വന്നിട്ട് അത് STPA-കാരാണ്, STPA പോപ്പുലർ ഫ്രണ്ടുകാരാണ്, അതിൻ്റെ ഫണ്ട് കൊടുക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയാണ്. അങ്ങനെ ഭയങ്കരമായിട്ട്, അതായത് ഇത് അവിടെ വേറെന്തോ നടക്കണമെന്നാണ് പറയുന്നത്. ഇനി അഥവാ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് തന്നെ വെക്കാം. ഇതിൻ്റെ മെയിൻ കൊണാണ്ടേഴ്സിന് അങ്ങനെ എന്തെങ്കിലും ബന്ധങ്ങളോ ഉണ്ടെന്ന് വെച്ചാൽ അവന്മാരെ പിടിച്ചോണ്ട് പോയി നിങ്ങൾക്കൊന്നും വരൂല. നിങ്ങൾ പോയി എക്സസൈസ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് കുറച്ചുകൂടെ സ്ട്രോങ് ആകും. നിങ്ങൾക്കൊരു യൂണിറ്റി ഉണ്ടെന്ന് പൊതുസമൂഹം മനസ്സിലാക്കും. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഭയപ്പെടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. എൻ്റെ ഗ്രൂപ്പിൽ വന്ന കുറേയധികം പേര്, ഒരുപാട് പേരൊന്നും ജോയിൻ ആയിട്ടുണ്ട്. ഐ തിങ്ക് 400 എബോവ് ആയി ആൾക്കാർ ഓൾറെഡി. അപ്പോൾ അവർ 160 വരെ ഞങ്ങൾ ഫിക്സഡ് ആയിട്ട് അതിനകത്തുള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോൾ വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ മെയിനായിട്ട് ചർച്ച വയ്ക്കുന്നത് തന്നെ മതമാണ്. അതാണ് പ്രശ്നം. നിങ്ങൾ ഈ മതത്തിൽ നിന്നൊന്ന് തലവെളിയിൽ എടുക്കൂ പ്ലീസ്. നിങ്ങളുടെ മതം ആരും നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകത്തില്ല. നിങ്ങളുടെ മതം അവിടെ ഉണ്ടാകും. നിങ്ങൾ ചിന്തിക്കേണ്ടത് സാമൂഹികപരമായ ഇടപെടലുകൾ നിങ്ങൾക്ക് നടത്താൻ തക്കവണ്ണം പ്രാപ്തി ഇല്ലായ്മ കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആക്രമണം നേരിടേണ്ടി വന്നത്. നിങ്ങൾ 5 മുസ്ലിംസ് സംസാരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ മതം സംസാരിക്കാതിരിക്കൂ. സാമൂഹികപരമായ ചർച്ചകൾ വെക്കൂ. അത് വെക്കാത്തടത്താണ് ഈ പ്രോബ്ലംസ് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ടോ? ഒരാൾ ഒരു ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് ഒരു എക്സസൈസ് പോലെ ഒരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് സക്സസ് ആവുന്നു. ഭയങ്കര സ്പീഡായിട്ട് അത് എല്ലാവരിലേക്കും എത്തുന്നു. ഇത് ഒരു ഇസ്ലാം മതവിഭാഗത്തിൽ ഒരുത്തനായതുകൊണ്ടും അല്ലെങ്കിൽ അവരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ടും ഇസ്ലാമിലെ സ്ത്രീകൾക്ക് അനുമതി കൊടുക്കുന്നു. പൊയ്ക്കോ. ഇപ്പോൾ ഒരു യോഗ പരിശീലന കേന്ദ്രമൊക്കെ ആണെങ്കിൽ പെണ്ണുങ്ങളെ വിടാൻ ഇവർ ഭയപ്പെടും. മുസ്ലിംസ് ഭയപ്പെടും. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിലേക്ക് കൂടുതൽ പെണ്ണുങ്ങൾ അട്രാക്ഷൻ ആയിട്ട് പോകുന്നത്. കാരണം വീട്ടിൽ നിന്ന് അതിന് അനുമതി കിട്ടുന്നുണ്ട്. അവിടെയും ഈ പറയുന്ന രീതിയിൽ അവിടെ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അവർ പോകുന്നു, അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അവരുടെ ഹെൽത്ത് അത് ബെനിഫിറ്റ് ആവുന്നു. നല്ല കാര്യം. അതിന് നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാണ്? ഇനിയിപ്പോൾ ഇവരെന്തെന്ന് പറയുമ്പോൾ ഇതിനകത്ത് STPA-കാരുണ്ടെന്നോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഉണ്ടെന്നോ, നിരോധിക്കപ്പെട്ട സംഘടനയാണ് പോപ്പുലർ, അപ്പോൾ അവരുമായിട്ടൊക്കെ എന്തൊക്കെ ഉണ്ടെന്നോ, അവരുടെ അണികൾ പിന്നെ എന്തോന്നും ചത്ത് കളയണോ? പോപ്പുലർ ഫ്രണ്ടിനെ എന്തൊക്കെയോ ക്രയവിക്രയങ്ങൾ നടത്തി എന്നുള്ള രീതിയിലുള്ള സംഗതികളൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിനകത്ത് സെർച്ച് വന്നതും അവരെ ഇതാക്കിയതും. ഈ RSSനെ ഇവിടെ നിരോധിച്ചതാ, കമ്മ്യൂണിസ്റ്റുകാരെ ഇവിടെ നിരോധിച്ചതാ. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോൺഗ്രസിനെ നിരോധിച്ചതാ. കോൺഗ്രസും പറ്റൂലായിരുന്നു. നിരോധനം ഉണ്ടാകുന്നില്ല എനിക്കറിയത്തില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചകത്തിടുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായത് തന്നെയാണ് പണ്ട് കാലം തൊട്ടുള്ളതെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. കാലക്രമേണ അവർ അക്സെപ്റ്റ് ചെയ്തോളും. അതിനകത്ത് എന്ത് വരാൻ പാടില്ല? ഭീകരവാദം വരാൻ പാടില്ല, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ പാടില്ല. അങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടിയാൽ കൂടത്തില്ല. ഇവിടെ കാപ്പ ചമത്തി പലരെയും അകത്തിടാറുണ്ട്. അവരിറങ്ങി വരത്തില്ലേ? തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങൂല, തെറ്റില്ലെങ്കിൽ ഇറങ്ങി വരും. കാലം കുറച്ച് വൈകും, അത്രയേ ഉള്ളൂ. ഭയപ്പെടുന്നത് എന്തിനാണ്? നിങ്ങൾ മുസ്ലിംസ് ആണെന്ന് പറയാൻ നിങ്ങൾക്ക് നാണാകുന്നില്ലേ ഇതിനെയൊക്കെ കണ്ട് ഭയപ്പെടാനായിട്ട്? പലരും ചോദിക്കുന്ന ചോദ്യം, ഷെഫീനൊക്കെ എവിടുന്ന ധൈര്യം? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ധൈര്യം. ഇനി അല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കള്ളക്കേസ് ഉണ്ടെന്ന് എനിക്കറിയാം, പ്രൂഫ് ചെയ്യാൻ എനിക്ക് തെളിയിക്കാൻ പറ്റും. ബിക്കോസ് സോളിഡ് എവിഡൻസ് എൻ്റെ കയ്യിലാണുള്ളത്. എൻ്റെ മൊബൈൽ പരിശോധിച്ചാൽ അതിനകത്തൊന്നും ഒരു അഴകയില്ല, ഒന്നും കിട്ടാനില്ല. ആരുമായിട്ട് ഒരു രീതിയിലുള്ള ഒരു ഇല്ലീഗൽ ട്രാൻസാക്ഷനും ഞാൻ വെക്കാറില്ല. ആ ഉറപ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യസമയത്ത് ഇതിനകത്തൊക്കെ ഇറങ്ങി നിൽക്കാൻ പറ്റും. ഗ്രൂപ്പിൽ ചർച്ചയ്ക്ക് വെച്ചപ്പോൾ എല്ലാം കൂടെ അയ്യോ പൊത്ത് ഇതിവിടെ ചർച്ച വയ്ക്കേണ്ട പ്രശ്നമാണ്. പക്ഷെ അവിടെ കിടന്ന് മതം പറയും. ഈ മതം പറയുന്നതാണ് പ്രശ്നം. ഈ മതവാദവും മതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചർച്ചകളുമാണ് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ അപരവൽക്കരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ അതിനെ കിടന്ന് ചർച്ചിക്കുന്നതാണ്. ഇത് വിട്ട് ചർച്ചയും ചെയ്തില്ല. ഇത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇത് നല്ലൊരു ഗ്രൂപ്പാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ RSSകാർക്ക് പിന്നെ കുറുതടിയും കൊണ്ട് അവർക്ക് അവിടെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. കുറുതടി കൊണ്ട് അവർക്ക് ഘോഷയാത്ര നടത്താം. കൊച്ചു പിള്ളേരുടെ കയ്യിൽ വരെ കുറുതടിയും വടിയും വാളും കൊടുത്തിട്ട് പിന്നെ ജയ് ശ്രീറാം വിളിപ്പിച്ചുകൊണ്ട് നടത്താമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്തുകൂടെ? RSS ഇവിടെ നിരോധിച്ച സംഘടനയാണ്. അത് ഭീകരവാദിയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രശ്നമാണ്.
അത് RSS ആയിരുന്നാലും ശരി, SDP ആയിരുന്നാലും ശരി, പോപ്പുലർ ഫ്രണ്ട് ആയിരുന്ന ആരായിരുന്നാലും ശരി തന്നെയാണ്. ഭീകരവാദം ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഒരു വിഭാഗം ജനതയെ കൊല്ലാൻ വേണ്ടിയിട്ട് ബോംബുണ്ടാക്കാനും കൊല്ലാനും ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പണി കിട്ടും. അങ്ങനെയൊന്നും ചെയ്യാത്തടുത്ത് എക്സസൈസിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു ക്ലബിനെ ഇത്രയധികം ഭയത്തോടു കൂടി ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവർ ഭയപ്പെടുന്നത് ആ ക്ലബ്ബോ SDP-യോ പോപ്പുലർ ഫ്രണ്ടോ അല്ല, നിങ്ങളുടെ യൂണിറ്റിയാണ്. സോ കൂടുതൽ യുണൈറ്റഡ് ആവാനാണ് ഞാൻ പറയുന്നത്. അതിനിപ്പോൾ എന്താ കുഴപ്പമിരിക്കുന്നത്? ഒരു പിണ്ണാക്ക് സംഭവിക്കാനില്ല. എന്ത് ചെയ്യുന്ന? അന്വേഷണം വരട്ടെ. അന്വേഷണം വരുന്നതിൽ എന്താ കുഴപ്പം? അന്വേഷിക്കട്ടെ. അന്വേഷണത്തിൽ എന്താ പ്രശ്നം വരാതിരിക്കുന്നത്? അവരന്വേഷിച്ച് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതിനകത്തൊരു വാഴത്തൊണ്ടുമില്ല, ഒന്നും ചെയ്യാനില്ല എന്ന്. പിന്നെ പാർട്ടിക്കാർ പണ്ട് അച്ചുമാമ ഒരു സ്പീച്ച് പറഞ്ഞു. അന്ന് സെൻകുമാർ ആയിരുന്നു DGP എന്ന് തോന്നുന്നു. ഉന്നത ഉദ്യോഗസ്ഥൻ, പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉന്നത മേധാവിയായിരുന്ന സെന്നാണ്. പുള്ളിക്കാരൻ നല്ല ഫസ്റ്റ് ക്ലാസ് സംഖ്യ. പുള്ളിക്കാരൻ പറഞ്ഞു കൊടുത്തു, ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്ന്. ഉടനെ അത് അങ്ങനെയാണല്ലോ, ആ പദവിയിലൊക്കെ ഇരിക്കുന്നവർ പറഞ്ഞു കൊടുത്ത ഒരു മേധാവിയല്ലേ പറയുന്നേ. വിശ്വസിച്ചിട്ട് അച്ചുമാമ ഇരുന്നുകൊണ്ട് പറഞ്ഞു കൊടുത്ത ശരി, ഓക്കെ, ഡണ്ണ്, ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഉണ്ട് എന്ന് പറഞ്ഞതിൽ അവർ ഉടനെ അത് കൈയെടുത്തു. പിന്നീട് ഇദ്ദേഹം മാറ്റി പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പുള്ളി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്ന്. പക്ഷെ ആര് കേട്ടു? ആദ്യം പറഞ്ഞതേ കേട്ടിട്ടുള്ളൂ. അതും എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ ലവ് ജിഹാദ. അതില്ല പശുനക്കി തലേനുണ്ടല്ലോ ABC-യിൽ, ആ വായി നോക്കിയാണ് ഇത് പ്രചരിപ്പിച്ചത്. അവൻ്റെ മെയിൻ ഇതാണ്. അവനാണ് ഈ ലവ് ജിഹാദ് എന്നൊരു സാധനം കൊണ്ടുവന്നതും അതിങ്ങനെ പൊലിപ്പിച്ച് പറഞ്ഞതും അത് എല്ലാ മീഡിയകളിലും ഇതിങ്ങനെ പബ്ലിസിറ്റി കൊടുത്തതും ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത് ആ പശുനക്കി തലേനാണ്. ആ ABC-യിൽ ആ വായി നോക്കി സുനിൽ, എനിക്ക് അവൻ്റെ പേര് കൃത്യം കിട്ടത്തില്ല. അപ്പം അങ്ങനെ ഉള്ള ഒരു സാഹചര്യം നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷിക്കാർ നിങ്ങളെ ടാർഗറ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ ആരണ്ട് കൊല്ലാൻ വരുന്നു എന്ന് ആദ്യം പറയും. നിങ്ങൾ പേടിക്കും. പേടിക്കേണ്ട, ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് അവർ പറയും. അതാണ് അവിടെ നടന്നത്. അതാണ് ഇവിടെ നടക്കാനും പോകുന്നത്. ഇനിയിപ്പോൾ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ജയിക്കൂല. ജയിക്കാൻ എന്ത് ചെയ്യണം? കള്ളം പറയണം. ഈ കള്ളം പറയുമ്പം നമ്മൾ സ്വാഭാവികം നമുക്ക് മിണ്ടാനൊക്കത്തില്ല. അവർ മിണ്ടുമ്പോൾ അവർ നമുക്ക് വേണ്ടി മിണ്ടും. അവർക്ക് മിണ്ടാൻ പറ്റുന്ന എന്തുകൊണ്ടെന്നറിയാമോ? അവർക്ക് മിണ്ടാൻ പറ്റുന്ന രീതിയിലാണ് അവരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഷെഫീനെ പറയുമ്പോൾ പ്രശ്നമില്ല എന്ന് ഉള്ള ഒരു ടേം എന്തുകൊണ്ട് വന്നു? ഷെഫീന മതം പറയാറില്ല. ഷെഫീന തട്ടവും മക്കനെയൊക്കെ ഇട്ടുകൊണ്ട് മതം പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഷെഫീനയെ പിടിക്കാൻ വന്ന ഷെഫീന നല്ല ഡോസ് കൊടുക്കും. ഞാൻ മതമല്ല പറയുന്നത്, ഞാൻ ചരിത്രം പറയണത്. ഞാൻ ഇന്ത്യൻ നാഷണലാണ്, ഇന്ത്യയുടെ പൗരയാണ്. എനിക്ക് എൻ്റെ റൈറ്റ്സ് അറിയാം, അവകാശങ്ങൾ അറിയാം. എൻ്റെ അവകാശത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ ഞാൻ മതമല്ല പറയണത്, എൻ്റെ അവകാശങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ആ അവകാശങ്ങളാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. അതിനപ്പുറം മതമല്ല ഞാൻ പറയാം, മതം പറയാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചിലത് അറിയണമെന്നുണ്ട്. ഒരു പക്ഷേ കാമിതയൊക്കെ പോലുള്ളവർ നമ്മളടുത്ത് ഒരു പ്രതിവാദത്തിന് വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അത് പഠിക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവം. അത് സത്യം പറഞ്ഞാൽ മതവാദിയാകാൻ വേണ്ടിയിട്ടല്ല, മതങ്ങൾ പഠിക്കുക എന്നുള്ളതൊരു ക്രേസാണ്. മതമെന്നല്ല, എന്തും പഠിക്കുക എന്നുള്ളതൊരു താല്പര്യമുള്ള വസ്തുവാണ്. അതും നമ്മളിപ്പോൾ മുഹമ്മദ് നബിയിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. പുള്ളിയോടും പടച്ചവൻ പറഞ്ഞതല്ലേ വായിക്കാൻ, ഞാൻ വായിക്കുന്നേ, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഗതി ജനദ്രോഹപരമായിട്ടൊന്നുമില്ല, ജനനന്മയാണ്. പ്രത്യേകിച്ച് ഉമ്മച്ചികൾക്ക് അതിനകത്ത് കയറി കുത്തിയിരുന്ന് ബിരിയാണി തിന്ന് പെരുത്ത് പോകുന്നിടത്തേക്ക് ഈ എക്സസൈസ് കൊണ്ട് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമല്ല. അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് പറഞ്ഞാൽ മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ. 7 കോമ്പിനേഷൻ, അതായത് 7 തരത്തിലുള്ള എക്സസൈസ്, അങ്ങനെയല്ലേ പറയുന്നത്? അങ്ങനെ തന്നെ മൾട്ടി എക്സസൈസ് എന്നാണ് ഈ MEC 7-ൻ്റെ ഫുൾ ഫോം തന്നെ. അപ്പോൾ ഇതൊരു ഹെൽത്ത് ക്ലബ്ബാണ്. ഇത് ഭയങ്കര സ്പീഡിൽ അങ്ങ് വളരുന്നുണ്ട്. ഒത്തിരി പേര് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിലവർ അലസോരം ഉണ്ടാക്കുന്നു. അല്ല, അവർക്ക് ഈ സവർക്കറോളികൾക്ക് അവർക്ക് ദണ്ടും കുറുവടിയും കൊണ്ട് തന്നിട്ട് അവർക്ക് യുണൈറ്റഡ് ആവാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് യുണൈറ്റഡ് ആയിക്കൂടെ? ഇതിൽ പെണ്ണുങ്ങളും കൂടെ യുണൈറ്റ് ആവുന്നുണ്ട്, അത് അവർക്ക് വിഷമാവുന്നു. സിമ്പിളാണ്. ഇതിനൊക്കെ തിരിച്ച് മറുപടി പറയാനും അതിനെ എതിർക്കാനും ഇതിങ്ങനെയല്ല അങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ പോകുന്നിടത്താണ് അവന്മാർക്ക് ശ്രദ്ധ കൂടുതൽ കിട്ടുന്നത്. മൈൻഡ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുക, തീവ്രവാദം ചെയ്യാതിരിക്കുക. ആളുകളെ കൊല്ലാനും നമ്മളുടെ മതം മറ്റുള്ളവരുടെ തലയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാനും മറ്റു മതങ്ങളെ അവഹേളിക്കാനും നമ്മൾ ശ്രമിക്കാതിരിക്കുക. ഏത് പ്രൈവറ്റ് ഗ്രൂപ്പിലാണെങ്കിൽ പോലും പറയാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ അവർക്ക് ഒരു രീതിയിലും ക്യാച്ചപ്പ് ചെയ്യാനൊക്കത്തില്ല. 26% എന്ന് പറയുന്ന വലിയ സമൂഹത്തിനെ തങ്ങളുടെ ഭാഗത്ത് നിർത്താനുള്ള ഏറ്റവും നല്ല പരിപാടി എന്ന് പറയുന്നത് ഇതേപോലെ തീവ്രവാദികളാണെന്ന് ആദ്യം അവരെ ഉദ്രകുത്തുക, ദെൻ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് അഭിനയിക്കുക, ദെൻ സംരക്ഷണം എന്ന വ്യാജേന അവരുടെ വോട്ട് കൈയെടുക്കുക. അത്രയേ ഉള്ളൂ. 26% വരുന്ന ഒരു വിഭാഗം ജനതയ്ക്ക്
ഒരാളുടെയും സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് ഏത് പാർട്ടിക്കാർ വന്നാലും നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത്. ഏത് പാർട്ടി എവിടെയായിരുന്നാലും ഓടി നിങ്ങളുടെ അടുത്ത് വരുന്നതിന് എന്തുകൊണ്ടാണ്? നിങ്ങൾ അത്രയും സ്ട്രെങ്ത് ഉള്ള മനുഷ്യരാണെന്ന് അറിയുന്നത് കൊണ്ടാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അത് എന്താന്ന് പറയുന്നത്, ഇറ്റ്സ് സോ അൺഫോർച്യൂണറ്റ് എന്ന് പറയാം. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇസ്ലാം മതവിശ്വാസികൾക്ക് അത് അറിയത്തില്ല നമ്മൾ അത്രയും സ്ട്രെങ്ത് ഉള്ളവരാണ് എന്നുള്ളത്. അവിടെയാണ് മറ്റവർ സ്കോർ ചെയ്ത് കൊണ്ടുപോകുന്നത്. അത്രയേ ഉള്ളൂ. ഈ വിഷയത്തിൽ ആധികാരികമായി പഠിച്ച ശേഷം ഞാനൊരു വീഡിയോ ചെയ്യാം. തൽക്കാലം ഇതിനെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഗ്രൂപ്പിൽ പോലും അത് ചർച്ച ചെയ്യാൻ ഭയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. സോ അതുകൊണ്ട് ഇതൊരു ടോപ്പിക്കായിട്ട് എടുത്ത് പറയണമെന്ന് തോന്നി. ഞാൻ ഇപ്പോഴും പറയുന്നു, RSSകാർക്ക് കുറുവടിയുമായിട്ട് ഇതേപോലെ റോട്ടിൽ കൂടെ കൊച്ചുമക്കളെയും കൊണ്ട് നടത്തിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതിന് കേസൊന്നും വരൂലെങ്കിൽ ഒരു എക്സസൈസിന് കേസെടുക്കാൻ പറ്റിയ നിയമമൊന്നും ഇവിടെ ഇല്ല. ഇന്ത്യയിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് എക്സസൈസ് നടത്തുന്നതിന് കേസെടുക്കാനുള്ള നിയമമില്ല. ഒരു ക്ലബ്ബ് ഉണ്ടാക്കി ആ ക്ലബിനകത്ത് ഒരു ഇല്ലീഗൽ പരിപാടി നടത്താതെ വെറും എക്സസൈസ് മാത്രം നടത്തുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്, അത് കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശ രൂപം പിടികിട്ടും. താങ്ക് യു. പിന്നെ ഇതിനെക്കുറിച്ചിട്ട് എന്താണെങ്കിലും അന്വേഷിക്കണം. എന്തോ ഒരു ശക്തി ഇതിൻ്റെ പിന്നിലില്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് തന്നെ ഇത്ര വേഗം ഇത്രത്തോളം ഇത് പ്രചാരത്തിലെത്തൂല. ഏത് മാക്സ് 7 ഹെൽത്ത് ക്ലബ്ബ് അങ്ങനല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു ദിവസത്തിൽ 1440 മിനിറ്റ് ഉണ്ട്. 28-30 മിനിറ്റ് മാത്രം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ആ ഗ്രൗണ്ടിൽ ഒന്ന് ചെന്നാൽ ഈ ധാരണ നിങ്ങളുടെ മാറുന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ആരോഗ്യത്തെ പോലെ തന്നെ മാനസികപരമായ ഒരു ഉല്ലാസം, ഒരു സന്തോഷമൊക്കെ മനുഷ്യന് ആവശ്യമാണ്. അതും കൂടി ഇതിന്ന് കിട്ടുന്നുണ്ട്. രാവിലെ നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ സൗഹൃദങ്ങളും സഹോദരങ്ങളും നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടുന്നതിൻ്റെ എങ്ങനെ എല്ലാ വിഭാഗീയതയും എല്ലാ രാഷ്ട്രീയവും എല്ലാം മറന്ന് ഒരുമിച്ച് കൂടി സന്തോഷിക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിലുണ്ട്. അതിലെല്ലാവരും ഉണ്ട്, എല്ലാ പ്രായക്കാരുണ്ട്. ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളെ നമ്മൾ കണ്ടു. അവരൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇന്ന് പട്ടാമ്പി മേഖലയുടെ ഔപചാരികമായ ഉദ്ഘാടനമായിരുന്നു. ആ ഒരു പ്രൗഢഗംഭീരമായ ആ ഒരു പുലരിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കിതിൽ തോന്നിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരിടം ഇപ്പം നമുക്കില്ല. എല്ലാവർക്കും അവരവരുടെ പാർട്ടികളും അവരവരുടെ ആശയങ്ങളും അവരുടെ മതപരമായ ചടങ്ങുകളും മാത്രമേ ഉള്ളൂ. എല്ലാ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ഇടങ്ങൾ ഇപ്പോൾ നമുക്ക് വളരെ കുറവാണ്. അതിന് ഒരിടാണ്. അതുകൊണ്ട് കൂടിയാണ് ഇത് ഇത്ര വേഗം വലിയ പ്രചാരത്തിലെത്തിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സംഭവം, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു എക്സസൈസ്. പിന്നെ അതിനെ എതിർക്കും ആരൊക്കെ എന്നറിയോ? ആശുപത്രിക്കാരെ എതിർക്കാൻ സാധ്യതയുണ്ട്, ജിമ്മുകാരെ എതിർക്കാൻ സാധ്യതയുണ്ട്, മെഡിക്കൽ ഷോപ്പുകാരെ എതിർക്കാൻ സാധ്യതയുണ്ട്, ഒരുപാട് ആളുകൾ ഇതിനെ എതിർക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം മനുഷ്യന് ഗുണമുള്ളൊരു കാര്യമാണിത്. നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാൾ കൂടുതലുള്ളത് എന്താണ്? ആശുപത്രികളാണ്, ലാബുകളാണ്, ക്ലിനിക്കുകളാണ്, അല്ലേ? ആ ലാബുകാരൊക്കെ ഇതിനെ എതിർക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നുള്ളൂ. നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ പോകുമ്പോൾ ചൈനയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, രാവിലെയും വൈകിട്ടും ഒരു മ്യൂസിക് സെറ്റ് ചെയ്തിട്ട് ഒരു 25 മിനിറ്റിൻ്റെ ഒരു റിതമാണത്. അപ്പോൾ ആ റിതമാറ്റിക് എക്സസൈസ് ഉണ്ട്. അതിൻ്റെ ഒരു ഏകദേശം കാര്യങ്ങളായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ലോകത്തുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഒരുമിച്ച് കൂടി നമ്മുടെ നാട്, നമ്മുടെ ആളുകളൊക്കെ ആരോഗ്യമുള്ളവരായി തീരുമ്പോൾ അതിന് വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക. പൂർണ്ണമായിട്ട് നിങ്ങളതിനോട് സഹകരിക്കുക, അന്വേഷിക്കുക. കാരണം നാടിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരു ഭീഷണിയായി വരുന്നത് എന്തിനേയും എതിർക്കാൻ എല്ലാവരേക്കാൾ മുന്നിൽ ഞങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ഈ എക്സസൈസ് പ്രായഭേദമന്യേ 77 വയസ്സായ വേലാചേട്ടനൊക്കെ വടി കുത്തിയാണ് ഇതിൽ ഫസ്റ്റ് സീസൺ വന്നിട്ട്. ഇപ്പോൾ അദ്ദേഹമൊക്കെ വടി വീശിക്കൊണ്ടാണ് പോണത്. അപ്പോൾ അത്രത്തോളം മാറ്റം ഇതിനുണ്ട്. അത് അനുഭവിച്ച് അറിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാൻ 2 ദിവസം പോയതിൻ്റെ ഗുണം എനിക്കുണ്ട്. പിന്നെ പല ഗുണങ്ങളും ഇതിലുണ്ടെന്ന് പറയപ്പെടുന്നു. അതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. കാരണം ആരോഗ്യപരമായിട്ട് മാനസികപരമായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട പലതും നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഒരു ആകർഷണീയത ഉള്ള ഒരു എക്സസൈസാണിത്. ഇത് ആരോഗ്യപരമായിട്ട് ഗുണം ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല. അതാണ് എനിക്ക് പറയുള്ളത്. എന്താണെങ്കിലും 1200 പേരിൽ ഒരാൾ ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമായി. സലാഹുദ്ദീൻ സാർ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ആ വേദി മുഴുവൻ പിരിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായിട്ട് ഞാൻ കേട്ടു. അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാനുണ്ട്. ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുക, നിങ്ങളുടെ ആരോഗ്യം സ്ട്രോങ് ആക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.